ശ്യാം, ഇപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും അധിക വിവരങ്ങൾ ഇപ്പോൾ ഉണ്ടോ? പ്രത്യേകിച്ചും ഈ പാലക്കാട് നഗരത്തിൽ ചെന്താമരയെ കണ്ടു എന്നൊക്കെയുള്ള ചില സൂചനകൾ മാത്രമാണ് അങ്ങനെയൊക്കെ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല, ഈ പറയുന്ന പരിസരത്ത് ഈ കാട്ടിലും വെള്ളത്തിലും ഒക്കെ പോലീസ് ഇപ്പോൾ വളരെ ഊർജിതമായി പരിശോധിക്കുന്നുണ്ട്. വേണ്ട സമയത്ത് ഒരു കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ പോലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാജീവ് പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് വേണ്ട സമയത്ത് ഒരു കൃത്യമായ രീതിയിൽ പരിശോധനയും അല്ലെങ്കിൽ അവരുടെ ഒരു പരാതിയുടെ ആ ഘട്ടത്തിൽ വേണ്ട ഒരു ഇടപെടലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ രണ്ട് കൊലപാതകം നടക്കില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ പോലീസ് ഊർജ്ജസ്വലമായ രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. പാലക്കാട് നഗരത്തിലടക്കം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇയാളെ കണ്ടതായിട്ടുള്ള സംശയങ്ങളും മറ്റും സൂചനകളും മാത്രമാണ് പോലീസിന് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടൗണ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ടൗണിലെ ലോഡ്ജുകളും മറ്റുമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൃത്യമായ രീതിയിൽ ഇയാൾ പാലക്കാട് ഉണ്ട് എന്നത് സംബന്ധിച്ചൊരു കൃത്യത ഇല്ല. എങ്കിൽ പോലും നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നാട് കൂടി കടക്കുകയാണ് ഈ നെന്മാറ. ഇപ്പോൾ നമുക്ക് കാണാം, തൊട്ടിപ്പുറത്ത് ഇവിടെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്കൊരു പ്രതിഷേധ മാർച്ച് അല്പസമയം കഴിയുമ്പോൾ വരും. കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSU പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു മാർച്ച് നടത്തുന്നത്. ആ മാർച്ച് മറ്റൊന്നുമല്ല, പോലീസിൻ്റെ ഭാഗത്തുണ്ടായ കൃത്യവിലോപം വീഴ്ച തന്നെ ആണ് അവർ എടുത്തു പറയുന്നത്. കാരണം ജാമ്യത്തിലിറങ്ങിയ പ്രതി അത് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞു എന്നതാണ്. അതായത് ഈ നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് അടക്കം ജാമ്യത്തിലുണ്ടായിരുന്നു, ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിരുന്നു. ഇത് ലംഘിച്ചാണ് പ്രതി നെന്മാറ പഞ്ചായത്തിലുള്ള തൻ്റെ സ്വന്തം വീട്ടിൽ താമസിച്ചത്. ഇത് കണ്ടെത്തിയിട്ടും പോലീസ് ജാമ്യം റദ്ദാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുകയോ മറ്റോ ഒന്നും തന്നെ ചെയ്തില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ഈ പറയുന്ന ഈ ചെന്താമര ഇവിടെ എത്തി, അവിടെ താമസിച്ച് ഇവർക്ക് പലതരത്തിലുള്ള ത്രെട്ടുകളുണ്ടായി. അവർ പരാതി നൽകിയ പരാതിയിൽ പോലും ഇയാളെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ ചോദിച്ചതല്ലാതെ മറ്റ് ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും അതിനെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധത്തിനാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് പോഷക സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് ഇങ്ങോട്ടേക്കൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. നിലവിലിപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള റോഡ് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് ഇവിടുത്തെ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും.